അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവള്ളമുണ്ട്, കാരിയർ വള്ളമുണ്ട്. കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവള്ളത്തിൻ്റെ 10-60 പേര് കോരുവള്ളത്തിൽ കാണും. അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവള്ളം തന്നെ തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളൂ. അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലി വള്ളം കൊണ്ടുപോകും. കാലി വള്ളത്തിൽ 5 പേരുണ്ടാവും, എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ ഒരു കോര് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട്, കാരിയർ വള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത്. കോരുവള്ളം കടലിൽ കിടന്നപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ആൾ കാരിയർ വള്ളത്തിലാണുള്ളത്. പക്ഷേ ഇവർ കുറച്ച് ചരക്കുണ്ടായിരുന്നു, അത് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കാരിയർ വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ 5 കക്ഷികൾ, നമ്മൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോയി അവർ 6 പേര് ഉറങ്ങിപ്പോയി. പക്ഷെ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി. ഉറക്കമാണെങ്കിലും ഉറക്കുന്നതിനിടയിൽ എഴുന്നേറ്റപ്പോൾ ആ പുറകിൽ പോയി ഇവർ മൂത്രമൊഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണു. ഈ മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല. വള്ളം ഇങ്ങനെ എഞ്ചിൻ വിട്ട് പോവുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ മിസ്സാകണ കാര്യം അറിയണത്. അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയുമില്ല, എണ്ണയും തിരിച്ചോടിക്ക് വരാനുള്ള എണ്ണയില്ല. പിന്നെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരുത്തി അവിടേക്ക് നിന്ന് കടലിൽ വെച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ അയാൾ മരിച്ചു പോയല്ല, വെള്ളത്തിലല്ലേ. അപ്പോൾ അയാളെ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല, ഭയങ്കര സീരിയസ് പ്രശ്നമാണത്. അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിലും എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും. അവർ തിരിച്ച് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-25 കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടയ്ക്ക് അരികിൽ ആ മനുഷ്യൻ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല. പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വര കാണാം. ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോൾ കടലല്ലേ, പിന്നെ ഒരുപാട് വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ, വീണുപോയില്ലേ. അപ്പം നീന്തി പരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യം, ഒരു പ്രയോജനമില്ല, കര കാണാത്ത കടലിൽ കിടക്കുകയാണ്. അവസാനം മസിൽ പിടിച്ച് നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിയുമ്പോൾ തൊടയുടെ മസിൽ വെട്ടിക്കയറും, പിന്നെ കാലനങ്ങത്തില്ല, സ്റ്റിഫാകും. അപ്പോൾ പിന്നെ ആൾ താന്നു പോകും. അങ്ങനെ താന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് നീന്തൊക്കെ അറിയാവുന്ന കാരണം പുള്ളിങ്ങനെ മലന്ന് കിടക്കാൻ നോക്കി കടലിൽ. കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി. ഇവർ 45 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ഇവർ ആളെ കിട്ടണത്. ആളെ കിട്ടുമ്പോൾ അവർക്ക് ഒന്നും അവരെ നിൽക്കുക നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർത്തിക്കുന്നുണ്ട്, മൂക്ക് മാത്രം. എന്നിട്ട് ഫുൾ ബോഡി ഇങ്ങനെ തിരശ്ചീനമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ്. അത് എത്ര വലിയ എക്സ്പേർട്ടായാലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾ മരവിച്ച് പോയി, ബോധവും പോയി മരവിച്ച ആൾ നിൽക്കുകയാണ് ഇങ്ങനെ കടലിൻ്റെ ഉള്ളിൽ. ബോധവും പോയി മരവിച്ച ആൾ 45 മിനിറ്റ് 3/4 മണിക്കൂർ എന്നൊക്കെ ചിന്തിച്ചേക്കുക. ബോധം പോയി സർവാംഗം മരവിച്ച ആൾ. ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും 3-4 ആശുപത്രി മാറിയിട്ടാണ് ഇയാളൊന്ന് ബോഡി ചൂടാക്കി എടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത്. പക്ഷേ ബോധം പോയി മരവിച്ച ആൾ 45 മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ്. മൂക്ക് മാത്രം മുകളിലുണ്ട്. അപ്പോൾ മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിന്, ബോധം പോയ ആളിന് അങ്ങനെ നിൽക്കാൻ
ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടുവന്ന് കടലിൽ എന്നെ താങ്ങി നിർത്തിയത് 45 മിനിറ്റുള്ള സമയം. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ എടുത്ത ഉടമ്പടിയാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി അദ്ദേഹം അത് പുതുക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 15-ാം തീയതി അത് പുതുക്കിയതാണ്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ബോധം പോയല്ല. ബോധം പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കടൽ ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരും. പിന്നെ 3-ാം ദിവസമേ പൊങ്ങത്തുള്ളൂ. പിന്നെ എവിടെയാണ് തലകുത്തി താഴെ പോയാൽ പിന്നെ പൊങ്ങണ എവിടെയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൂർ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി. 3 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി, അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടൂർ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അവരോട് അവിടെ മുറിയുന്നുണ്ട്. അവരെല്ലാവരും സങ്കടത്തിലല്ലേ, ഡെഡ് ബോഡി പോലും കിട്ടണില്ല. പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു 72 ദിവസം 72 മണിക്കൂർ ഡേറ്റ് ഇട്ട്. ആ ഡേറ്റ് ഇട്ടത് അതാണ്, നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ അമ്മയും നമ്മളും തമ്മിൽ ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് നേവി വന്ന്, ഹെലികോപ്റ്റർ വന്ന്, വേറെ കപ്പൽ വന്ന്, കോസ്റ്റ് ഗാർഡ് വന്ന്, ആർക്ക് എവിടെയും ലെക്വറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ. അപ്പോൾ ഇത് ഒഴുകിപ്പോകുമോ, ചുറക് തിന്നുമോ ഒന്നൊന്നും അറിയത്തില്ല. ചുറകൊക്കെ തിന്നെങ്കിൽ നിമിഷങ്ങൾ മതിയല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് 72 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരോട് പറഞ്ഞു. 72 മണിക്കൂർ ആളെ കണ്ടില്ല, നീ കൃപാസനത്തിൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുമായിട്ട് നമുക്ക് കൊടുത്ത ഡേറ്റാണ്, സമയമാണത്. അമ്മ സമയത്തിൻ്റെ മാതാവില്ലേ. അപ്പം അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ 72 മണിക്കൂർ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി. മരിച്ചുപോയി, എന്നാലും കിട്ടി. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കലിനും. ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഫ്രാങ്കലിനും. അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതാണ്, ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. അമ്മ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. എന്നിട്ട് ഈ മൂക്ക് മാത്രം മുകളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറയണമെന്ന് വെച്ചാൽ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, നടക്കാത്ത കാര്യമാണെന്ന്. മൂക്ക് മാത്രം പുറത്ത് വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരശ്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതിരിക്കാൻ പറ്റത്തില്ല. അതേ നമുക്ക് ബോധം ഉണ്ടാകണം. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചടിച്ചിങ്ങനെ പതപ്പിച്ച് നിൽക്കാം. അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും, മസ്തിരി വെട്ടിക്കയറി പോവും. ഇതിങ്ങനെ ഈ ഡെഡ് ബോഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത്. സംരക്ഷണം, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഉടമ്പടിയുടെ സംരക്ഷണം എവിടം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല അത്രക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം, വസ്തു വിറ്റില്ലല്ലോ, ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തയും കയറിയിരിക്കുന്ന ആൾക്കാണ്. ഈ ഒരു ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല കവറേജുള്ള സംഭവമാണ്. ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യല്ലേ, അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ, ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം. അപ്പം നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം, പ്രാർത്ഥനയാകാം, വിവാഹമാകാം. നിങ്ങൾ ഇപ്പം കുടുംബിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ പ്രതിഫലനം കാണിക്കരുത്. ആൾക്കാർക്ക് പറഞ്ഞൊരു അബദ്ധം അതാണ്. അവർ പറയുന്ന പെർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവർ അത് നടന്നില്ലല്ലോ, കാനഡ PR ഒത്തില്ലല്ലോ,
ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പി ആറിൻ്റെ വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിൽ ലാഗിങ് ഉണ്ടാക്കും. അത് നമ്മൾ തിരുത്തണം. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമല്ല, ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജാണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ജെറമിയ പുസ്തകമില്ലേ, ജെറമിയ 31:31 എഴുതേ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ജെറമിയ 31:31 കർത്താവ് അരുളി ചെയ്യുന്നു. പറഞ്ഞ കർത്താവ് അരുളി ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോടും ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അടുത്ത വായിച്ചോളൂ. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. ഇതാ പ്രശ്നം. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. അപ്പൊ ഉടമ്പടിയിൽ ജനങ്ങൾക്ക് വരുന്ന വിഷയം, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും ജീവന്റെ മേലും കർത്താവായിട്ട് സംരക്ഷണമായിട്ട് നിന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രാധാന്യം അപ്പം കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ലാഗിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ലംഘിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ സോണാണ്. കാര്യം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒരു വസ്തുവുമായിട്ടല്ല, ഒരു വസ്തുവിൻ്റെ ബേസ് ചെയ്തല്ല. എല്ലാ ആൾക്കാരും സംഭവിക്കുന്നത് അവർ ഉടമ്പടി ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചെയ്യണം. ഇപ്പോൾ മക്കളുടെ കല്യാണം ഒത്തുവരാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. മക്കളില്ലാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. പക്ഷേ ഉടമ്പടി വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉടമ്പടി വിഷയ ബേസ്ഡ് ബന്ധി അല്ലത്, വ്യക്തിബന്ധിയാണ്. അവിടെയാണ് പ്രശ്നം വരണത്. അത് സീരിയസ് പ്രശ്നമാണ്. ഉടമ്പടി നമ്മൾക്ക് പലർക്കും വിഷയബന്ധിയാണ്. പക്ഷെ ഉടമ്പടി അതിൻ്റെ നിലനിൽപ്പിലെ വ്യക്തിബന്ധിയാണ്. വിഷയമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. പക്ഷെ എൻ്റെ വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ ഞാൻ പിതാക്കന്മാരെ പോലെ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. കർത്താവേ, വിഷയത്തോടല്ല വ്യക്തിയാകുന്ന അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന ബോധ്യത്താൽ എന്നെ വളർത്തണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ദൈവത്തോടാണെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളെ ധന്യരാക്കണമേ. എന്റെ നിയമം അവരുടെ ഹൃദയാന്തർഭാഗം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്റെ നിയമം. ജെറമിയ 31:33
31, 33. കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ എന്താണ്, ഉടമ്പടി ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും. വിഷയത്തിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഉടമ്പടി നിലവിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും. അതിനെന്ത് വേണം? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ, അതാണ് പ്രശ്നം. അപ്പം ജെറമ്യ 31:33 എന്ന് പറയണത്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ പാലിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ ലിങ്കാണ്. ഒന്നാമത്തെ വചനം എന്താണ്? ജെറമ്യ 31:33. അതെന്താ വചനം പറയണത്? നിങ്ങളുടെ ഉള്ളിലെ ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും. എടുത്തുള്ള വചനം 31:33. ജെറമ്യ 31:33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഈ നിക്ഷേപിക്കപ്പെടുന്നത് നമുക്ക് ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്താണ്? അത് യോഹന്നാൻ 14:15. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ നിയമങ്ങളെ പാലിക്കും. അപ്പോൾ ദൈവസ്നേഹം കൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കണത്. പക്ഷേ നിങ്ങൾ പലരും നിങ്ങളോടുള്ള ജോലിയോടുള്ള സ്നേഹമാണ് നിയമങ്ങളെ പാലിച്ചു പോണത്. പിടിയിടിയ നിങ്ങളുടെ മകൾക്ക് PR കിട്ടാൻ വേണ്ടിയാണ് നിയമങ്ങൾ പത്രമൊക്കെ എല്ലാം കൊടുക്കുന്നതും രോഗികളെ പോയി കാണുന്നത്. ഇവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ഒന്നുകൂടി വായിച്ചേ. ജെറമ്യ 31:33 ഒന്നുകൂടി വായിച്ചേ. ജെറമ്യ 31:33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഒന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ ദൈവം ഉടമ്പടി എഴുതണ ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് എഴുതണത്? നമുക്ക് ദൈവസ്നേഹം തോന്നിയിട്ട് ദൈവസ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടല്ല ചെയ്യണത്. നമ്മൾ ചെയ്യണത് വിസ, ജോലി, നമ്മുടെ ആരോഗ്യം, രോഗം മാറാൻ, ആ രോഗത്തോട് നമ്മുടെ ജോലി, നമ്മുടെ വിവാഹം, അങ്ങനെ വരുമ്പോൾ നമ്മോടുള്ള സ്നേഹത്താൽ തന്നെയാണ് നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പക്ഷേ ആരോടാണ്? 14:15 അനുസരിച്ച്. ഏതിൻ്റെ 14:15? യോഹന്നാൻ 14. അപ്പോൾ യോഹന്നാൻ 14 എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോഴേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന പകരം നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ വീട് വിൽപ്പന, സ്ഥലം വിൽപ്പന, അങ്ങനെയുള്ള സ്ഥാവര ജംഗമ വസ്തു വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്, അത് നിവൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ
മറ്റ് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെയല്ല, നമ്മുടെ വിഷയത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെയാണ്. ഇവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. പല ആൾക്കാരുടെ ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അവർ ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മൊബൈലൊക്കെ എടുക്കുമ്പോൾ പറയത്തില്ലേ, അത് മാറിക്കിടക്കണമെന്ന് പറയത്തില്ലേ, ഇതുപോലെ നമ്മുടെ ഉടമ്പടിക്ക് സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ വിഷയം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ അതിൻ്റെ അർത്ഥം അത് സാങ്കേതികമായിട്ട് ചെയ്യണതാണ്. ദൈവസ്നേഹം ഇല്ലാതെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താൽ സാങ്കേതികമായിട്ട് ചെയ്യണതാണ്. ദൈവസ്നേഹത്തോട് കൂടി മാത്രമേ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? മാംസളമായ ഹൃദയമെന്ന് പറയും. എസെക്കിയേൽ 36:26 എടുത്തേ. എസെക്കിയേൽ 36:26 ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സാധനം. അതായത് ഒന്ന് പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഹൃദയത്തിനാണ് മാംസളമായ ഹൃദയം എന്ന് ബൈബിൾ പറയുന്നത്. ദൈവസ്നേഹം ഇല്ലാതെ വസ്തുസ്നേഹം ഉണ്ടെങ്കിൽ ശിലാഹൃദയമായിട്ട് ഇരിക്കും, കല്ല് പോലെ ഇരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെ മാത്രമേ താല്പര്യമുള്ളൂ, ദൈവസ്നേഹമില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഹൃദയം കല്ല് പോലെ ഇരിക്കും, മാംസളമായ ഹൃദയമല്ല, ദൈവസ്നേഹമില്ല. ഇത് നമ്മൾ വിഭജിച്ച് മനസ്സിലാക്കാതെ ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി ഇത് ഞാൻ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ കയറി പറയണമെന്നൊക്കെ പറഞ്ഞില്ലേ, 4ാമത്തെ സാക്ഷ്യം. അപ്പം ഒരു 4ാം സാക്ഷ്യ ഉടമ്പടിയുടെ 4ാം സാക്ഷ്യത്തിൻ്റെ തലമുറയിൽ എത്തിയിരിക്കണവർ. ഉടമ്പടി 4ാം സാക്ഷ്യത്തെ തലമുറ എത്തിയിട്ടുണ്ടെങ്കിലും കൊച്ചച്ഛൻ ക്ലിൻ്റനച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തിനെ കണ്ട് സംസാരിച്ചു. അവിടെ കയ്യിലിരിക്കുന്ന സിൽവർ ഗ്രേയാണ്, ഉടമ്പടി സിൽവർ ഗ്രേ. അച്ഛൻ ഭയങ്കര ആദരവോടെയാണ് അവരോട് സംസാരിച്ചത്. പക്ഷേ എന്നിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞ് ആ സിൽവർ ഗ്രേയുടെ ഒരു ഗുണമൊന്നും അവരെ സംസാരിച്ചിട്ട് അവരുടെ കയ്യിലില്ലെന്ന്. ഞാനത് നോട്ട് ചെയ്ത്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇവർ സിൽവർ ഗ്രേയാണ് ആള്, ഉടമ്പടി ദാറ്റ് മീൻസ് വൈറ്റ് കഴിഞ്ഞിട്ട് വരണതാണ്. പക്ഷേ അത്രയും ദൈവസ്നേഹത്തിൽ ഇവർ വളർന്നിട്ടില്ല. ഇപ്പോഴും ഇതുപോലെ ഓരോ ഈ അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞ് അവലാതിയും പറഞ്ഞ് സിൽവർ ഗ്രേയും തലയെ വെച്ചുകൊണ്ട് ഇത് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതാണ് വിഷയം. കാര്യം ഇന്ന് വരെ അവരുടെ ഉള്ളിൽ ദൈവം ഒരു ശിലാഹൃദയം എടുത്ത് മാറ്റിയിട്ട് സാങ്കേതിക വിഷയത്തിൽ ദൈവത്തിന് ഇടപെടുന്ന ആ ഒരു ഹൃദയമാണ് ശിലാഹൃദയം. മറിച്ച് ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതക്രമം രൂപപ്പെട്ട് വന്നിട്ടില്ല. അത് എന്താ പ്രശ്നം വെച്ചാൽ, അത് വരണമെങ്കിൽ ഇവിടെ എല്ലായിടത്തും വരണ ഒരു പ്രശ്നമുണ്ട്. ചൈതന്യം എന്ന് ബൈബിൾ പറയും. അതെൻ്റെ ഒരു കുറവുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ ഇപ്പം എന്താ ഇത് വായിച്ചത്? എസെക്കിയേൽ 36:27 36:27 എന്താ വായിച്ചത്? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട്, ഈ പുതിയ ഹൃദയം ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ പുതിയ ഹൃദയത്തിന് പുതിയ ചൈതന്യമാണ് ദൈവം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ അതിൻ്റെ ഇപ്പം വലിയ മത്സ്യങ്ങളാണെങ്കിൽ അക്വേറിയം നമ്മൾ വലുതാക്കും. ഗപ്പിയ വലയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് അക്വേറിയം വെച്ചാൽ മതി, ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വീര്യശക്തി കൂടുന്നതനുസരിച്ച് കൊണ്ട് നമ്മളുടെ കാരുണ്യ പ്രവർത്തികളുടെ നിലവാരങ്ങൾ വിസ്തരിക്കേണ്ടി വരും. ഇതൊരു മാത്തമാറ്റിക്സാണ്, സ്പിരിച്വൽ മാത്തമാറ്റിക്സാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇത് ഒന്നെങ്കിൽ ശക്തി പ്രാപിക്കും, അല്ലെങ്കിൽ നിർവീര്യമായിപ്പെടും. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ?
1 തെസ്സലോനിയൻസ് 5:19 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്ന് പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകുന്ന ശാസനകളിൽ ഒന്നാണ് ആത്മാവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെയാണ്. നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ എന്താ പറഞ്ഞിരിക്കണത്? 1 തെസ്സലോനിക്ക 5:19 എന്താ പറയണത്? നിർവീര്യമാക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര്യപ്പെടുത്തണമെന്നതിൻ്റെ അർത്ഥം. ഉറപ്പല്ലേ അത് ഷാഡോ വേർഡല്ലേ? അതായത് ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആത്മാവിനെ നിങ്ങൾ വീര്യപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ആത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് വിഷയം. ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആത്മാവിനെ ശക്തിപ്പെടുത്തണം എങ്ങനെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? 5:22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് കാരുണ്യം. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന രോഗികളെ കാണുന്നു, വാർദ്ധക്യ സദനങ്ങൾ നിങ്ങളെ സന്ദർശിക്കുന്നു, അവിടെ ഉടുപ്പ് നിങ്ങൾ കഴുകിക്കൊടുക്കുന്നു, പ്രായമുള്ളവരുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു, പ്രാന്തന്മാരെ നിങ്ങൾ കുളിപ്പിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവ് വീര്യപ്പെടുന്നില്ല. അതെന്താ കാര്യം? ആത്മാവിന് ഈ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം പോലെ ശരീരം നന്നാകണില്ലല്ലോ. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി അനുസരിച്ചുകൊണ്ട് ആത്മാവ് വീര്യപ്പെടുന്നില്ല. എന്താ കാര്യം? അത് ചെയ്യാൻ കാരണം ആത്മാവ് വീര്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നടക്കാൻ വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കല്ലുപോലെ ഹൃദയമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്, മാംസള ഹൃദയമായിട്ടല്ല. മാംസള ഹൃദയമാണെങ്കിൽ അത് ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും. ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോഴേ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൽപ്രവൃത്തിയുടെ ഫലങ്ങളല്ല. ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളോട് അടിസ്ഥാനത്തിലാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. മനസ്സിലായില്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ വരുന്നത് സ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണത് എങ്ങനെ? സ്നേഹം നമുക്ക് മനസ്സിലാകും. ദൈവസ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണമെങ്കിൽ സാത്താൻ്റെ സിംഹാസനം താഴെ പോകണം. സ്നേഹം നമുക്ക് ഓക്കെയാണ്, പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഈ ആനന്ദം കൂടി വന്നാൽ മാത്രമേ ഇവൻ കറക്റ്റ് എവാഞ്ചലിസ്റ്റ് ആകത്തുള്ളൂ, ദൈവത്തിൻ്റെ ജോലിക്കാരനാകണം. ആനന്ദം തന്നെ എപ്പോഴാണ്? ആനന്ദം ഈശോ വരുന്നത് 10:21 എടുത്ത് ലുക്കാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു.
അതേ പിതാവേ, അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. അപ്പൊ ഈശോയുടെ ആത്മാവിൽ ആനന്ദം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ ഒന്നാണ് ആത്മാവിൽ ആനന്ദം. ഗലാത്യർ 5:22 രണ്ടാമത്തെ കാര്യം സ്നേഹം, ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്നത് പ്രേഷിത ആനന്ദമാണ്. അതായത് തിന്മയുടെ ശക്തികളെ, ഇപ്പോൾ നിങ്ങളൊരു പാപം വിട്ടുപേക്ഷിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർ പാപത്തിൽ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ആനന്ദമെന്ന് പറയുന്നത്. തിന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അതറിയണമെങ്കിൽ 10:18 വായിച്ച ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:18 അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അതായത് സാത്താൻ തിന്മയുടെ സിംഹാസനങ്ങൾ തട്ടിമറിക്കപ്പെടണം. മദ്യപാനിയായാലും ശരി, ലഹരി ഉപയോഗിക്കുന്നതിനും ശരി, ഭാര്യനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവളായാലും ശരി, ഉപേക്ഷിക്കുന്നവനായാലും ശരി, അതുപോലെ തന്നെ തിന്മയുടെ വ്യാപാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരും ശരി, നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ പിന്തിരിഞ്ഞാൽ തിന്മയുടെ ശക്തി വ്യക്തികളിലും സമൂഹത്തിലും കുറഞ്ഞു വരും. തിന്മയുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കപ്പെടും. ഈ തിന്മയുടെ ഇരിപ്പിടങ്ങളെ തട്ടിമറിക്കുക എന്നുള്ളത് ഒരു മരിയൻ മൂല്യമാണ്. സിംഹാസനങ്ങളിരുന്നവരെ ചിതറിച്ചുട്ടപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ലൂക്ക 1:52 ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ശക്തന്മാരെ പറഞ്ഞേ, സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഇങ്ങനെ ഈ ശക്തനെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത്. ഈശോ ആത്മാവിലങ്ങ് ആനന്ദിക്കുകയാണ്. എന്നിട്ട് പറയും അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. നമ്മളുടെ പേരുകൾ പിതാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആയിട്ട് എഴുതി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രക്ഷാകര നടപടിക്രമങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നില്ല. എന്താ ചെയ്യണത്? തിന്മയുടെ ശക്തികൾ. ഇപ്പം നിൻ്റെ ആങ്ങളെയാണ് മദ്യപാനി, അല്ലെങ്കിൽ നിനക്കറിയാം നിൻ്റെ നാത്തുവിനെ നിൻ്റെ ആങ്ങള വേറെ ഒരു സ്ത്രീയുമായിട്ട് രഹസ്യത്തിൽ ബന്ധമുണ്ട്. അത് തിന്മയുടെ ശക്തിയാണ്. സാത്താനോട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ആടെ കൂടെ നിൽക്കും? നിൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കുമോ നാത്തുവിൻ്റെ കൂടെ നിൽക്കുക? നീ സത്യമായിട്ട് നിൽക്കണമെന്ന് ആങ്ങളുടെ കൂടെ ആയിരിക്കും. കാര്യം എന്താ? നീ മനുഷ്യ രക്തത്തിലുള്ള ആളായത് കാരണം നാത്തും വരെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, നിനക്ക് തിരക്കേണ്ട ആവശ്യമില്ലല്ലോ. ആങ്ങളെ കൂടെ നിൽക്കും. അപ്പം നീ ആടെ കൂടെ നിൽക്കണത് സാത്താൻ്റെ കൂടെ നിൽക്കും. അത് തിന്മയുടെ ശക്തിയുടെ കൂടെ എപ്പം നീ നിന്നാലും അത് സാത്താൻ്റെ കൂടെ നിൽക്കണം. ഇത് നിൽക്കുകയാണ് ചെയ്യണത്. ഇതിനെ തട്ടിമറിക്കാൻ വേണ്ടിയാണ് മാതാവിൻ്റെ ആദ്യത്തെ നമുക്കറിയാം മരിയൻ അത്ര ഒരു പാവം പിടിച്ച പരിപാടിയല്ല. അത് വിപ്ലവകരമായ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ നമ്മൾ തന്നെ ആദ്യം തിന്മയിൽ നിന്ന് മാറണം. പിന്നീട് എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പെരുകുമ്പോൾ അതിനെ ഒന്നും നടക്കത്തില്ലെങ്കിൽ, ഒന്നിനോടും താല്പര്യമില്ലാത്ത പ്രതിരോധിക്കുന്ന തിരുത്തൽ ശക്തിയായിട്ട് സുവിശേഷകൻ മാറി നിൽക്കുന്നത് ഉടമ്പടിയുടെ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ സാക്ഷ്യ രൂപീകരണമാണ്. ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാൽ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം
അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ സാത്താന്റെ ആധിപത്യങ്ങളെ അടിച്ചിടുവാൻ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളിൽ അഭിഷേകമായി നിറയപ്പെടുവാൻ കൃപയാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആനന്ദം എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അന്തർധാര എന്ന് പറയണത്. അത് നമ്മൾ പറയണ ആനന്ദമല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം കരിസ്മാറ്റിക് മേഖലയിലും ആനന്ദത്തെക്കുറിച്ച് പറയും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശു ആനന്ദത്തെക്കുറിച്ച് പറയണത് എപ്പോഴാണ്? സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് അവൻ ആത്മാവിൽ ആനന്ദിക്കണത്, അല്ലേ? 10:21 ആ ആനന്ദം തന്നെയാണ് മരിയൻ ആനന്ദം എന്ന് പറയണത്. സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി പ്രയോഗമാരാണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ സാത്താൻ്റെ തലയെ ചവിട്ടാൻ വേണ്ടി ഉള്ള അവതാരത്തെ ഗർഭം ധരിക്കുന്നത് ആരാണ്? മറിയമാണ്. മറിയം അതിൻ്റെ പടപ്പുറപ്പാട് തുടങ്ങുമ്പോൾ തന്നെ മറിയം ആദ്യം പറഞ്ഞത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവം ആരാണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:47. ലൂക്ക 1:47. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കൈയിടിച്ച് കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടി വരണത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന്. ഒന്ന് സ്നേഹം, അതുപോലെ തന്നെ ശക്തിയും സ്നേഹവും ഒരുമിച്ചാണ് പോണത്. കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ട് വരണത്. നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ട് ശക്തി അപ്ലോഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കും. ദൈവത്തോടുള്ള സ്നേഹമില്ലേ, സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ശക്തി ധരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞുതുള്ളി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു വിഭാഗം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തിയല്ല. അത് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ അത് അധിഷ്ഠിതമാണത്. പക്ഷേ അത് സിംഗിൾ ഫേസാണ്. നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് 3 ഫേസ് പവർ വേണം. അതിനെന്താ ചെയ്യണത്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ജോസഫച്ചൻ പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് കൃപാസനത്തിന് പറഞ്ഞ് 10 കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാം, ഞാൻ കൊച്ചിയിൽ പോയതെന്ന് പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ്റ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനമാണോ എന്നെ ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ്, മാംസളമായ ഹൃദയത്തിലാണ്. നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി എസെക്കിയേൽ അനുസരിച്ചും ജെറമിയ അനുസരിച്ചും
നിലനിന്ന് ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, നീ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു. ശ്രുതികട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഉറക്കെ പാടാം. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ യെരമ്യായിൽ എഴുതിയിരിക്കുന്ന പോലെ 31-33 എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പെട്ടെന്നറിയാൻ പറ്റും. നമ്മുടെ ദൈവം നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളൂ, അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ? ചെറിയ 31 പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ എങ്ങനെ പറ്റും? അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം, ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉള്ളിലെ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും. കർത്താവിന് വേണ്ടി വേറെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞില്ലേ, അവരെ വയനാടുകാരത്തിയാണ്. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്ര വലിയ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല, ഉള്ള ഭർത്താവിനോട് പറഞ്ഞവർ, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അവർക്ക് നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലേ, വാദപ്പനിയും പിടിച്ചകത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ആ മേടിക്കുക, അവരെന്ത് പറയും, ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ ശാപത്തിന് വേണ്ടി കുറേ എണ്ണം എടുത്തിട്ടുണ്ട് ഉടമ്പടി. ഇങ്ങനെ വീട്ടിൽ ഇരിക്കണേ, ഇങ്ങനെ വിറത്തുള്ളി ആരെടുക്കുമല്ലോ പറയാമല്ലോ, നമ്മളോട് കൊടുത്താൽ അവർ മേടിക്കുക. ഇങ്ങനെ സാക്ഷ്യപ്പെടുക ഈ ആൾക്കാർ വന്നിട്ട് അവസാനം അതായത് അവർക്ക് സന്തോഷമില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയോടെ തിളങ്ങിയിരിക്കുകയാണ് പിശാച്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കിൽ ഉച്ചരായിരിക്കണം. ദാറ്റ് ഈസ് റോങ്. എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവസഹം നിറയാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോല് എടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ, കർത്താവ് എന്താ പറഞ്ഞത്, നിങ്ങൾ അളക്കുന്ന അളവ് പോലെ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്നാണ്. എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത്? നിങ്ങൾ താങ്ങുമോ? അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. മര്യാദയ്ക്ക് ദൈവസ്നേഹം നിറക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. എസെക്കിയേൽ പറയുന്നത് പോലെ പുതു ചൈതന്യം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.